ഞാൻ ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസം അടക്കം ബലം പിടിച്ച് കൈ താഴെ പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്, തൊഴാതെ. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് ഈശ്വരവിശ്വാസം വന്നതാണോ എനിക്കറിയില്ല. അപ്പോൾ അത് അദ്ദേഹം ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള വേഷം കെട്ടലാണോ വിശ്വാസിയുടെ വേഷം കെട്ടലാണോ എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയും. BJPക്ക് ഈ നിയമസഭാ കാലം എന്ന് പറയുന്നത് അക്കൗണ്ട് റീ ഓപ്പണിൻ്റെ കാലം കൂടിയാണ്. അത് കഴക്കൂട്ടത്തൂടെ ആവുമോ? കേരളത്തിലെ പല സ്ഥലങ്ങളിലൂടെ അത് നടക്കും. ഒരു കഴക്കൂട്ടം മാത്രമല്ല, കഴക്കൂട്ടത്ത് എന്തായാലും ഉണ്ടാവും. കഴക്കൂട്ടം മാത്രമല്ല, മറ്റ് നിരവധി സ്ഥലങ്ങളിൽ BJPക്ക് ഇത്തവണ ജനപ്രതിനിധികളുണ്ടാവും. താങ്കൾ വ്യക്തിപരമായി തെറ്റായ രീതിയിലുള്ള പ്രചരണം നടത്തുന്നു എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു ആരോപണം. ഇവിടെ ഒരു പോറ്റി മരിച്ചതുമായി ബന്ധപ്പെട്ട് താങ്കൾ അത്തരത്തിൽ നടക്കുന്നു. ആ അമ്പലത്തിലെ ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ അതിന് വോട്ടർമാർ മറുപടി തരും എന്നൊക്കെയാണ് ഇന്നലെ പറഞ്ഞത്. അല്ല, അദ്ദേഹത്തിന് ദൈവത്തിന് ശക്തി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എന്നാണ്. ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ എന്ന് പറയേണ്ടതില്ല. ദൈവത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന് ശക്തി ഉള്ളത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ദൈവഹിതം അനുസരിച്ചിട്ട് നടക്കും. അദ്ദേഹം കുറച്ച് ഈശ്വരവിശ്വാസിയായോ? അതാണ് എനിക്ക് അറിയാത്തത്. കാരണം അദ്ദേഹം മാർക്സിസ്റ്റുകാരനായിരുന്നു, നിരീശ്വരവാദിയാണ്. ഞാൻ ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസം അടക്കം ബലം പിടിച്ച് കൈ താഴെ പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്, തൊഴാതെ. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് ഈശ്വരവിശ്വാസം വന്നതാണോ എനിക്കറിയില്ല. അപ്പോൾ അത് അദ്ദേഹം ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള വേഷം കെട്ടലാണോ വിശ്വാസിയുടെ വേഷം കെട്ടലാണോ എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയും. താങ്കളുടെ ഡയറക്റ്റ് ഫൈറ്റ് UDF ആയിട്ടോ അതോ LDF ആയിട്ടോ? ഡയറക്റ്റ് ഫൈറ്റ് ഇവർ രണ്ടുപേരുമായിട്ട് ഒരേപോലെ. അതിൽ അവർ ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത്. പക്ഷേ താങ്കൾ രണ്ടുപേരുമായിട്ട് അവർ രണ്ടുപേരും തമ്മിൽ പ്രശ്നമില്ല. കാരണം എന്താ അറിയോ, അവരൊരു മുന്നണിയുടെ ഭാഗമാണ്. കാരണം അവർ തമ്മിലുള്ളതൊരു സൗഹൃദ പോരാട്ടമാണ്. അവർ രണ്ടുപേരും ശ്രമിക്കുന്നത് എന്നെ തോപ്പിക്കാനാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തിൽ ലൈവായി, ഒരു പക്ഷേ ഇവിടെ തന്നെ മത്സരിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയുള്ള മണ്ഡലത്തിൽ ലൈവായിരുന്നു ഒരു വി മുരളീധരൻ. അതിൻ്റെ ഒരു എഡ്ജ് ഉണ്ടോ? അല്ല, അങ്ങനെ അതായത് ഞാൻ ഈ പ്രദേശത്ത് താമസമാക്കിയിട്ട് 10 വർഷമായി. തിരുവനന്തപുരത്ത് 45 കൊല്ലമായി. അതുകൊണ്ട് ഈ 10 വർഷക്കാലത്തിനിടയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് പല കാരണങ്ങളാൽ എന്നെ നേരിട്ടറിയാനും ഞാൻ എന്താണെന്നറിയാനും ഒക്കെയുള്ള അവസരമുണ്ടായി. അപ്പോൾ അത് തീർച്ചയായിട്ടും ജനങ്ങൾക്കറിയുന്ന ഒരാളെക്കുറിച്ച് എല്ലാവരെയും ജനങ്ങൾ വിലയിരുത്തുമല്ലോ. അങ്ങനെ വിലയിരുത്തുമ്പോൾ എന്നത് ഒരു വശം. അതോടൊപ്പം കുടിവെള്ളം കിട്ടാത്ത ആൾക്കാർ 10 കൊല്ലമായിട്ട് കുടിവെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കും. ഇവിടെ 2 മുഖ്യമന്ത്രിമാർ തമ്മിൽ നീ പോ മോനെ വിജയ ഡാഷ് മോനെ പോരാട്ടമൊക്കെ നടക്കുകയാണ്. ഇതൊക്കെ ഇവർ തമ്മിൽ കാണിക്കുന്ന നാടകം എന്നല്ലാതെ ഇത് കഴിഞ്ഞാൽ ഇവർ കെട്ടിപ്പിടിച്ച് നിൽക്കുമല്ലോ. പാറശാലക്കപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവരെല്ലാവരും കെട്ടിപ്പിടിച്ച് നിൽക്കും. ഇവിടെ കാണിക്കുന്ന ഈ നാടകം, ഈ നിഴൽ നാടകം ഉണ്ടല്ലോ, നമ്മുടെ കർട്ടൻ ഇട്ടിട്ട് അതിൻ്റെ പിന്നിൽ നിന്ന് നൂലുകൊണ്ട് ചലിപ്പിക്കുന്ന പാവക്കൂത്തിൻ്റെ നാടകം, ആ നിഴൽ നാടകത്തിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. അത് ജനങ്ങൾക്കറിയാം. ഇവർ രണ്ടുപേരും ഒന്നാണ്, രണ്ടല്ല ഒന്നാണ് എന്നുള്ളതാണ്. ഇടതും വലതും രണ്ടല്ല ഒന്നാണ് എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. അതാണ് നിശബ്ദ പ്രചാരണ ദിവസം ഇവിടെ ഒരു അമ്പലത്തിൽ ചില ചടങ്ങുകൾ, പൊങ്കാല ചടങ്ങുകൾ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള വിശ്വാസികളെ കണ്ട് വോട്ട് തേടുകയാണ് വി മുരളീധരനും BJP പ്രവർത്തകരും. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.